അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദിൻ്റെ കൊട്ടാരത്തിലേക്ക്, അതായത് തൻ്റെ എളാപ്പയുടെ കൊട്ടാരത്തിലേക്ക് സൈഫ് അറബി അതാ പുറപ്പെടുകയാണ്. പോകുമ്പോൾ രണ്ട് ഭാര്യമാരോടും ഒരുപോലെ സമ്മതം ചോദിക്കുകയാണ്. സെയ്തൂൻ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെട്ടോ? അല്ല, ഫർസാനയോട് പറയട്ടെ. എന്താ? ഞാനിടയ്ക്കിടെ സൂചിപ്പിച്ച് തന്നിട്ട് വേണം അല്ലേ? അങ്ങനെയല്ല. അങ്ങനെയതാ നേരെ ഫർസാനയുടെ അരികിലേക്ക് കുഞ്ഞിന് പാൽ കൊടുത്തിരിക്കുന്ന ഫർസാനയുടെ വാതിൽ തള്ളി തുറന്ന് അറബി അതിനകത്തേക്ക് പ്രവേശിച്ചു. സാധാരണത്തെ രീതിയിൽ സെയ്ത്തൂൻ ബിബി പറഞ്ഞേക്കുമ്പോൾ അല്പമൊന്ന് പതുക്കെ മുട്ടിയതിന് ശേഷം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ എനിക്ക് ഹലാലാണ്. എന്നാൽ അതാ അറബി കണ്ട ആ ഒരു കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു നിമിഷം ഫർസാന തന്നെ ഭയപ്പെട്ടു പോയി. അതെ, അവൾ അർദ്ധനഗ്നമായ ആ ഒരു വേഷത്തിൽ തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സൈഫ് അറബിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ അറബിയുടെ ആ വരവ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾ പെട്ടെന്ന് യാ അല്ലാ എന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സ് എടുത്ത് മറക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അതാ അദ്ദേഹം പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഫർസാന, ഇപ്പോഴും നിനക്ക് എന്നെ ഭയമാണോ? അല്ല, ഞാൻ പെട്ടെന്ന്. സത്യം പറഞ്ഞാൽ അവൾക്കാകെ നാണം തോന്നിയിരുന്നു. അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് നല്ല രീതിയിൽ കുഞ്ഞിനെ പാല് കൊടുത്ത് കിടക്കുന്ന ആ ഒരു രംഗമായിരുന്നു അത്. ഫർസാന, ഞാൻ ഇപ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഒരിടം വരെ പോവുകയാണ്. അതായത് ഞാൻ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക്. അദ്ദേഹത്തിന് ഒരു വിവാഹാലോചന. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ഫർസാന ഒന്ന് ഞെട്ടി. അത് അതെ, നീ ടെൻഷൻ ആവേണ്ട. അതായത് നമ്മുടെ അറബിയുടെ മകളെയാണ് വിവാഹം. ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബേ, അതെ, ആ അറബിയുടെ മകളെയോ? അത് അങ്ങനെയാണോ? പഠിച്ചോൻ ഹൈറിലാക്കട്ടെ. അവൾക്ക് സത്യം പറഞ്ഞാൽ ആ വാക്കുകൾ ഉരുവിടാൻ കഴിയുന്നില്ലായിരുന്നു. ഒരു നിമിഷം അവൾ അവളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് ഓർത്തു. റബ്ബേ റഹ്മാനെ, പാവം, ഞാൻ ചതിച്ചതാണ് അദ്ദേഹത്തെ. എന്നാൽ ഇപ്പോൾ മറ്റൊരു ചതി കൂടി നടന്നിരിക്കുന്നു എന്നൊക്കെയാണ് കേട്ടത്. റബ്ബേ, അത്രക്കും കണ്ണീരൊഴുകിയ കണ്ണാണത്. റഹ്മാനെ, എനിക്ക് പൊരുത്തപ്പെട്ട് തരുവാവോ? ഫർസാന, നീ എന്താ ഞെട്ടിത്തെറിച്ചിരിക്കുന്നത്? ഒരു നിമിഷം ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഓർത്തുപോയി. ഇല്ല റബ്ബ, ഒന്നുമില്ല, പോയിട്ട് വരൂ. ആ ഉസ്താദിന് നല്ലൊരു ജീവിതം അള്ളാഹു നൽകട്ടെ. അതെ, അതുതന്നെയാണ് സെയ്ത്തൂനും പറഞ്ഞത്. ഹൈറായ ജീവിതം അള്ളാഹു നൽകട്ടെ. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോടും സമ്മതം ചോദിച്ചുകൊണ്ട് അതാ അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ആ വീട് വിട്ടു പോകുന്നത് സൈഫ് അറബിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. തൻ്റെ മാതാവിൻ്റെ സ്നേഹവും തൻ്റെ ഭാര്യമാരുടെ സ്നേഹവും തൻ്റെ കുഞ്ഞിൻ്റെ സ്നേഹവും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ അതിന് വല്ലാത്തൊരു സുഖമാണ്. അങ്ങനെ അതാ ഒരു നിമിഷം വിചാരിച്ചു, സെയ്ത്തൂൻ ബീവിയെ കൊണ്ടുവന്നാലോ? ഇറങ്ങിയ കാല് തിരിച്ച് അകത്തേക്ക് വെച്ചുകൊണ്ട് നേരെ സെയ്ത്തൂൻ്റെ വാതിൽ മുട്ടുന്നു. സെയ്ത്തൂൻ, അല്ലാ, ആരാ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോയതാണല്ലോ. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. അല്ലാ, സേഫ്, എന്ത് തിരിച്ചു വന്നത്? അത് ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ്. എന്താ സേഫ്? ഫർസാനയുടെ കയ്യിൽ കുഞ്ഞുണ്ട്. ഉമ്മയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നീ ഇപ്പോൾ ഫ്രീ ആണ്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം. സേഫ്, അങ്ങെന്താ പറയുന്നത്? ഞങ്ങൾ 2 ഭാര്യമാരുണ്ടാകുമ്പോൾ എന്നെ മാത്രം കൊണ്ടുപോകുന്നത്? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ചില കാര്യങ്ങൾക്ക് നീ എനിക്ക് എൻ്റെ കൂടെ വരണം പെണ്ണേ. എനിക്കൊറ്റയ്ക്കുള്ള യാത്ര അത് കഴിയില്ല. നിൻ്റെ കൂടെ സംസാരിച്ച് യാത്ര ചെയ്യുമ്പോഴേ യാത്രയുടെ ദൂരം അറിയില്ല. അതെ, വല്ലാതെ കൊഞ്ചണ്ട കേട്ടോ, വേഗം ഒന്ന് പോയിക്ക്. സെയ്ത്തൂൻ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അന്ന് തന്നെ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ട്
സത്യം പറഞ്ഞാൽ അത്രയ്ക്കും ദൂരെ യാത്രയുണ്ടായിട്ട് ആ മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്ക് ഒറ്റയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു പോയി പെണ്ണേ. നീ എൻ്റെ കൂടെ വാ. അതെ, ഞാൻ വരുന്നത് ശരിയല്ല. പിന്നെ ഫർസാന അവളെ കൂട്ടിക്കൊള്ളുന്നാൽ അവളല്ലേ പുതുക്കം, അവൾക്കല്ലേ ജീവിതം തുടങ്ങിയത്. അപ്പം നീ ഇത്ര പഴയ വയസ്സത്തിയായോ എന്നല്ല, പക്ഷേ അവളുടെ കൂടെ അങ്ങ് അധികമൊന്നും ജീവിച്ചില്ലല്ലോ. അതുകൊണ്ട് അങ്ങും ഫർസാനയും കൂടെ പൊയ്ക്കോളൂ. നിങ്ങൾ രണ്ടുപേരും. എൻ്റെ ബീവി, എൻ്റെ പൊന്നു പെണ്ണെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ 2 ഭാര്യമാരെനിക്ക് 2 രീതിയിലാണ് എനിക്ക് സപ്പോർട്ടിങ്. ഒരാൾ ഫിസിക്കലായിട്ട്, ഒരാൾ സംസാരിക്കുന്ന രീതിയിൽ. എന്തൊക്കെ തന്നെയായാലും നിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് എവിടെയൊക്കെയോ എത്തിയ പോലെ എനിക്ക് തോന്നും. പക്ഷേ ഫർസാന അത്ര സംസാരിക്കില്ല. പിന്നെ ആ കുഞ്ഞിനെ വിട്ടിട്ട് ഇനി അവളെ കൊണ്ടുപോകും. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് അത്ര ദൂരയാത്ര എന്നൊക്കെ വെച്ചാൽ അത് ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നീ എൻ്റെ കൂടെ വാ. എന്താ, പറ്റില്ലേ? അത് ഞാൻ വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഫർസാനയോട് സമ്മതം ചോദിക്കണം. അല്ലാതെ ഫർസാന ഒരു പക്ഷേ വേണ്ടെന്ന് പറഞ്ഞാൽ അത് എന്നെ കൊണ്ടുപോകുന്നത് ശരിയല്ല. സത്യം പറഞ്ഞാൽ സൈത്തൂൻ ബീവിക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങനെ പറഞ്ഞപ്പോൾ പാവാണ് എൻ്റെ സൈഫിനെ ഒറ്റയ്ക്ക് ഞാൻ ആക്കുന്നത് ഒരിക്കലും നല്ലതല്ല. പ്രത്യേകിച്ച് 2 ഭാര്യമാരുള്ള സ്ഥിതിക്ക് എൻ്റെ സൈഫിന് സംസാരിക്കാൻ ഒരാളില്ലെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ തൻ്റെ സൈഫ് അറബിയോട് അവൾക്ക് ദയയാണ് തോന്നിയത്. എൻ്റെ പ്രിയപ്പെട്ട സൈഫ്, അങ്ങ് പോയിട്ട് ഫർസാനയോട് ചോദിക്ക്, അവൾ പോരുന്നുണ്ടോ എന്ന് ചോദിക്കാദ്യം. എന്നിട്ട് ഞാൻ വരാം. അങ്ങനെയെങ്കിൽ അതല്ല, അവൾ വരുന്നുണ്ടെന്ന് വെച്ചാൽ അവൾ പോന്നോട്ടെ. എന്നാൽ പിന്നെ 2 പേരും കൂടെ ആക്കിക്കൂടെ? അല്ല, ഈ സമയം എന്ന് വെച്ചാൽ 2 പേരെന്ന് വെച്ചാൽ ഇപ്പം അതിൻ്റെ ഒരു വിഷയമല്ല. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുടെ അരികിലേക്ക് പോകുന്നത്, നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ. ഒരു പക്ഷേ നമുക്ക് നിരാശയോടുകൂടെ സങ്കടത്തോടുകൂടെ തിരിച്ചു വരേണ്ടൊരവസ്ഥയായിരിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ തരണം ചെയ്യാനൊരു പക്ഷേ അത് വേണ്ട. തൽക്കാലം അവൾ അറിയണ്ട. നീ എൻ്റെ കൂടെ വാ. അത് പറ്റില്ല സൈഫ്, അവളോട് കാര്യം പറയണം, അല്ലെങ്കിൽ മോശമല്ലേ? 2 പേരെയും ഒരുപോലെ നോക്കണമെന്നല്ലേ? അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ആ നിമിഷം തന്നെ അതാ സൈഫ് അറബി അങ്ങോട്ട് ചെല്ലുന്നു. ഫർസാൻ, ആ അല്ലാ, അറബി പോയിട്ടില്ലേ? അവൾ വാതിൽ തുറന്നു. അങ്ങ് പോയില്ലേ? ഫർസാൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്. ഞാൻ അല്പം ലോങ് പോകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അല്പം ദൂരമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ യാത്രയിൽ ഒരാൾ സംസാരിക്കാനില്ലാഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ഒരു മൂഡ് ഓഫാണ്. ഒരാൾ കൂടെ ഉണ്ടാകുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ സൈത്തൂൻ ബീവിയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിനക്കും ആവാം. ഒരു നിമിഷം ഫർസാന വിചാരിച്ചു, അല്ലാ വേണ്ട, എനിക്ക് വേണ്ടി. അർബ, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങളും സൈത്തൂൻ ബീവിയും കൂടെ പോയിക്കോളൂ. കാരണം എന്നെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിച്ചത് എൻ്റെ ബീവിയാണ്. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ സന്തോഷത്തോടു കൂടെ. ഞാൻ കുഞ്ഞിനെ നോക്കി ഇവിടെ നിന്നോളാം. പിന്നെ ഉമ്മയുടെ അരികിലും ഇടയ്ക്ക് പോകാം. സെർവൻസൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾ പോയി വരൂ. സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് അറബിക്ക് സന്തോഷമാണ് വന്നത്. അതെ, ഫർസാനയെ അല്ലെങ്കിലും കൊണ്ടുപോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, 2 പേരും കൂടി വേണ്ടല്ലോ ഈ ഒരു അവസ്ഥയിൽ. നല്ലൊരു ഫംഗ്ഷന് പോകുകയാണെങ്കിൽ ഓക്കെ, സന്തോഷമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും നല്ലത് എനിക്ക് സൈത്തൂനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് കൂടെയുള്ള യാത്ര ഫർസാന അനുവദിച്ചിരിക്കുന്നു. ഫർസാന ഇൻഷാ അല്ലാ പോയിട്ട് വരാം. നേരെ അതാ സൈത്തൂൻ ബീവിയുടെ അരികിലേക്ക്. ആ എന്തായി? മാറ്റ്. അല്ലോ, അപ്പം അവളില്ലേ? ഒന്നുകൂടി ചോദിച്ചു നോക്ക്. അവളെ കൊണ്ടുപോകില്ലേ നല്ലത്? അവളല്ലേ ഏറ്റവും ചെറുപ്പം വലുപ്പമൊന്നും ഇവിടെ ഇല്ല. നീ മാറ്റുവേണേ. അതോ, ഞാൻ സത്യമായിട്ടും ഫർസാൻ എന്ത് പറഞ്ഞു? അവളില്ലെന്ന് പറഞ്ഞു, നമ്മോട് പോകാൻ പറഞ്ഞു. ഓ, എന്നാൽ സൈത്തൂൻ ബീവിക്ക് സമാധാനമുണ്ടായിരുന്നില്ല. നീ വേഗം മാറ്റുവേണേ. ഏത് പറഞ്ഞു ധരിക്കുന്നത്? ഇതോ? ഇതാണോ?
അറബി തന്നെ ഓരോ പർദ്ദ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓ, അതൊക്കെ ഞാൻ സെലക്ട് ചെയ്തോളാം. ഇത് മതി, എന്തായാലും ബ്ലാക്ക് അല്ലേ, ഇതെങ്ങനെയുണ്ട്? ആ, മാഷാ അല്ലാ, അടിപൊളി. എന്നാൽ വാ, നീ കയറ്. ഞാനേ കുഞ്ഞിൻ്റെ അരികിലൊന്ന് പോയിട്ട് ഞാൻ വരാട്ടോ. കുഞ്ഞിൻ്റെ അരികിൽ പോയിട്ടൊന്ന് ചുംബിച്ചിട്ട് ഫർസാനയോടൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പോൾ തന്നെ ബേബി മറ്റു റൂമിലേക്ക്. ഫർസാൻ, ആ ആ മാറ്റിയോ? അതേടി, സത്യം പറഞ്ഞാൽ എനിക്ക് മോളില്ലാതെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് നീ എൻ്റെ കൂടെ ഇല്ല ഞാൻ, എനിക്ക് സങ്കടമാണ് മോളെ. ഇല്ല, ബേബി പോയിട്ട് വരൂ. അതായത് അങ്ങനെയുള്ള കാര്യം സംസാരിക്കാനല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും കുഞ്ഞിനെയും കൊണ്ടൊക്കെ പിന്നെ ഇനിയിപ്പോൾ ഇത്രയും ലോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും സാരമില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നീ എൻ്റെ കൂടെ ഉണ്ടായാൽ എനിക്കൊരു സമാധാനമാണ്. അത് സാരമില്ല, സത്യമായിട്ടും ബേബി പോയിട്ട് വരും. എവിടെ എൻ്റെ പൊന്നു മോൻ? ഉറങ്ങിയിട്ടുണ്ട്. തൊട്ടിൽ നിന്നെടുത്ത് ഒരുപാട് ചുംബിച്ചു. മോളെ ഫർസാന, പോയിട്ട് വരാൻ കേട്ടോ. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയെ അതാ അവൾ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു, വളരെയധികം സ്നേഹത്തോടു കൂടെ. പൊന്നുമോനെ നോക്കണം കേട്ടോ നല്ല രീതിയിൽ. തീർച്ചയായും ജെയ്ത്തൂൻ, പോയി വരൂ. സത്യം പറഞ്ഞാൽ ഫർസാനയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, ഇത്രയധികം സ്നേഹമുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ചോദിക്കോ? എല്ലാവർക്കും പരസ്പരം ദേഷ്യമായിരിക്കും. പക്ഷേ എന്നോട് എത്ര അധികം സ്നേഹവും ബഹുമാനവുമാണ്. അങ്ങനെ അതാ ജെയ്ത്തൂൻ ബേബി മനമില്ലാ മനസ്സോടു കൂടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ പോകുന്നത് ഫർസാന നോക്കി നിന്നു. ഒരിക്കൽ കൂടി അവരോടെല്ലാം സലാം പറഞ്ഞ് അവർ വാഹനത്തിൽ കയറി. അവർ പോകുന്നത് ഫർസാന നോക്കി നിന്നു. ഒരു നിമിഷം അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ റഹ്മാനെ, കാത്ത് രക്ഷിക്കണേ റബ്ബേ. എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് നൽകിയത്, അതെ, ഇത്രയധികം സുഖകരമായ ജീവിതം എനിക്ക് നൽകിയത് ജെയ്ത്തൂൻ ബീവിയാണ്. അതൊരിക്കലും മറക്കാൻ പാടില്ല. അത് എൻ്റെ കുഞ്ഞിനും എനിക്കും സംരക്ഷണം നൽകിയത് ജെയ്ത്തൂൻ ബീവിയാണ്. അതും ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലോ എൻ്റെ ജീവിതത്തിൽ നൽകിയത്. റഹ്മാനെ, വലിയൊരു ചതിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ്. എൻ്റെ മാതാപിതാക്കളുടെയും എൻ്റെ ഷെഫി ഉസ്താദിൻ്റെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് അൽഹംദുലില്ലാ ഇവിടെ എത്തിയത്. ആ നിമിഷം തന്നെ അതാ ഫർസാന വീഡിയോ കോൾ ചെയ്യുകയാണ്. അതെ, അവരുടെ മാതാപിതാക്കൾക്ക് ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. അതെ ഇക്ക, മോള് വിളിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്, എടുത്ത് നോക്കടി. ഹലോ പഠിച്ചോനെ, മാഷാ അല്ലാ. ആ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ടാണ് അവൾ വീഡിയോ കോൾ ചെയ്തിരുന്നത്. പിതാവിന് ആ കാര്യം പെട്ടെന്ന് മനസ്സിലായി. ഒരു നിമിഷം തൻ്റെ കൊച്ചുമകനെ കണ്ട സന്തോഷത്തിൽ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പൊന്നു മോനെ, എവിടെ? മാഷാ അല്ലാ. ഉമ്മ അസ്സലാമു അലൈക്കും. ഉപ്പ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ, എൻ്റെ മോള് ഇന്ന് ഒരു കൊട്ടാരത്തിൽ ജീവിക്കുകയാണല്ലേ? അൽഹംദുലില്ലാ, ഹൈറോട് കൂടെ റാഹത്തോടു കൂടെ അല്ലേ? മോളെ സുഖമല്ലേ? അൽഹംദുലില്ലാ, സുഖമാണ്. അല്ല, ഈ സമയത്ത് വിളിക്കാൻ എന്തിപ്പോൾ പ്രത്യേകിച്ചൊരു കാരണം? ഒന്നുമല്ല, ജെയ്ത്തൂൻ ബീവിയും സെയ്ഫ് അറബിയും പുറപ്പെട്ടിട്ടുണ്ട്. ഓ, എങ്ങോട്ട്? അത് ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്കാണ് പോയത്. ഓ, അങ്ങനെയല്ലേ? എന്തായാലും മോളെ, അവരെ നല്ല രീതിയിൽ ബഹുമാനിക്കണം കേട്ടോ. അവർ രണ്ടുപേരെയും നിനക്ക് ജീവിതം തന്നത് അവരാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ബഹുമാനിക്കണം കേട്ടോ. ഉമ്മ ഉപ്പ, ശരിയാണ്, അവർ എനിക്കെന്നും കടപ്പെട്ടവരാണ് അവർ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. മോളെ, ഷെഫി ഉസ്താദിന് നല്ലൊരു ജീവിതം കിട്ടുവാൻ വേണ്ടി മോള് ദുആ ചെയ്യണം. കാരണം നിങ്ങളുടെ നിക്കാഹ് നടത്തി തന്നത് ഷെഫി ഉസ്താദാണ്. അതുമാത്രമല്ല, ഞങ്ങളെയൊക്കെ അത്രക്കും സന്തോഷിപ്പിച്ചതും ഷെഫി ഉസ്താദാണ്. അതുകൊണ്ട് മറക്കരുത് കേട്ടോ. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. സത്യം പറഞ്ഞാൽ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടി. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ശരിയാണ്. എന്നാൽ എൻ്റെ ഷെഫി മോൻക്കും ഒരു ജീവിതം കിട്ടണം. എങ്കിൽ മാത്രമേ മോളെ എനിക്ക് സമാധാനമുള്ളൂ. കാരണം അവൻ്റെ ജീവിതം വളരെയധികം പ്രയാസത്തിലാണ്. ബാബ, ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. മോൾ എന്താ കഴിച്ചത്? ഉമ്മ, ഇവിടെ കഴിക്കുവാനെല്ലാം ഉണ്ട്. സർവൻസ് എനിക്ക് ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരികയാണ്. പക്ഷേ ഞാനല്പം തടി ഓവറായിട്ടുണ്ട്. മോളെ,
അത് പ്രസവിച്ച് നീച്ചതും പിന്നെ മനസ്സിന് സന്തോഷമുണ്ടാകുമ്പോഴും ശരീരത്തിൽ തടിയൊക്കെ വരും. അതെ, ടെൻഷനാകുമ്പോൾ വളരെയധികം മെലിയും, അങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് എൻ്റെ മകളുടെ പുഷ്ടിയുള്ള ആ ശരീരമായിരിക്കും ഒരു പക്ഷേ സെയ്ഫ് അറബിക്ക് ഇഷ്ടമുണ്ടാവുക. സെയ്ഫ് അറബിക്ക് മാത്രമല്ല, അതെ, ഒരിക്കൽ ജെയ്ത്തൂൻ ബീവി ഞാൻ തടി കുറക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോടെന്താ പറഞ്ഞതെന്നോ? പൊന്നു മോളെ, കുറക്കല്ലേ. എത്രയായാലും അറബിക്ക് ഇഷ്ടം എപ്പോഴും തടിയുള്ള പെണ്ണിനെ തന്നെയാണ്. ഞാനും തടി സ്ലിമ്മാക്കാൻ നോക്കുമ്പോൾ എന്നെ സമ്മതിക്കില്ല. അതുകൊണ്ട് പൊന്നുമോൾ കുറച്ച് ദിവസങ്ങളിൽ തടിയൊന്ന് നിലനിർത്ത്, കുറച്ച് കഴിഞ്ഞ് കുറച്ചാലും വേണ്ടില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ മാതാപിതാക്കൾ വളരെയധികം സന്തോഷിച്ചു. അതെ, സെയ്ഫ് അറബിക്ക് ഞങ്ങളുടെ മകളെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്തൊക്കെ തന്നെയാലും ഞങ്ങളുടെ മകളുടെ സൗഭാഗ്യം ഓർത്തുകൊണ്ട് അവർ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ റഹ്മാനെ, ആ വലിയ കൊട്ടാരത്തിൽ അവൾ ആ അറബിയുടെ ഭാര്യയായി കഴിയുകയാണ് ഇപ്പോൾ. നമ്മുടെ പൊന്നുമോൾ എത്ര ഭാഗ്യവതിയാണ്. അതെ, ഷെഫി ഉസ്താദ് ഇതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ആ ജെയ്ത്തൂൻ ബീവി എന്ന് പറഞ്ഞ ആ പെണ്ണ്, അവരാണത്രേ അവളെ രക്ഷിച്ചത്. എന്തായാലും മാഷാ അല്ലാ, അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ അതാ ആ സമയത്ത് മരുഭൂമിയിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ജെയ്ത്തൂനും സെയ്ഫ് അറബിയും. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ജെയ്ത്തൂൻ കൂടെ ഉണ്ടാകുമ്പോൾ സെയ്ഫ് അറബിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷമാണ്. ഒരുപാട് സമയത്തെ യാത്ര, ഹോ വല്ലാതെ, എ സിയൊക്കെ എത്ര ശക്തമായിട്ടിട്ടും വല്ലാത്ത ചൂടല്ലേ. നമുക്കൊരു ഭാഗത്ത് അല്പമൊന്ന് റെസ്റ്റ് എടുത്താലോ? ബീവിയുടെ ആഗ്രഹപ്രകാരം അവർ രണ്ടുപേരും അതാ ആ മരുഭൂമിയിൽ. പഠിച്ചോനെ, എൻ്റെ പെണ്ണെ, ഈ ശക്തമായ കണ്ണുകൾക്ക് കാഴ്ചയെത്താത്ത ഈ ഒരു മരുഭൂമിയിൽ നമ്മൾ എവിടെ നിൽക്കാനാ? അങ്ങകലെ ഒരു ഈത്തപ്പഴത്തോട്ടം കാണുന്ന പോലെ ഒരു പച്ചപ്പ് കാണുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? സെയ്ഫ് അറബിയും ജെയ്ത്തൂൻ ബീവിയും അങ്ങനെ അങ്ങോട്ട് യാത്ര പോകുന്നു. സെയ്ഫ്, അതാ കാണുന്നു ഒരു പച്ചപ്പ്. മാഷാ അല്ലാ. അങ്ങനെ അതാ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് അവർ വണ്ടി കൊണ്ടുപോകുന്നു. അവർ രണ്ടുപേരും അതാ അല്പസമയത്തിനകം ആ വാഹനത്തിൽ നിന്നിറങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, അതാ അവിടെ ഒരു ഈത്തപ്പഴത്തോട്ടം, അതിനരികിലായിട്ട് ഒരു വെള്ളത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. നമുക്ക് അല്പസമയം ഇവിടെ ഇരിക്കാം, അറബിയോട് അവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ മാത്രമായ ആ ഒരു ലോകത്തേക്ക് കടക്കുകയാണ്. സെയ്ഫ്, എത്ര മനോഹരമാണല്ലേ. ചുട്ടുപൊള്ളുന്ന ആ ഒരു മരുഭൂമിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയപ്പോൾ എത്രയൊരു സുഗന്ധമാണല്ലേ ഇവിടെ. സുഗന്ധമോ അല്ല, എത്രയൊരു സുഖമാണല്ലേ ഇവിടെ. എന്നാൽ ആ പച്ചപ്പിൽ അതാ ബീവി അവിടെ ഇരിക്കുന്നു, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ തല അവൾ മടിയിലേക്ക് വെച്ചുകൊണ്ട്. എന്നാൽ പെട്ടെന്നാണ് അപ്പുറത്തായിട്ട് ഒരു കാഴ്ച കണ്ടത്. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. യാ റബ്ബേ, ഒരു സ്ത്രീയല്ലേ ആ കിടക്കുന്നത്? അതെ, കറുപ്പ് വസ്ത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞ രീതിയിൽ. അതെ, അവൾ ആകെ മൂടിയ ഒരു പർദ്ദയാണ് ധരിച്ചിരിക്കുന്നത്. ഒരു നിമിഷം, യാ സെയ്ഫ്, സെയ്ഫ്, അതെ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു, അവിടെ കിടക്കുന്നത് കണ്ടില്ലേ? ഒരു നിമിഷം സെയ്ഫ് അറബി, ജെയ്ത്തൂൻ നീ എന്തീ പറയുന്നത്? അവിടെ ആരെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തിനാ അതൊക്കെ നോക്കാൻ പോകുന്നത്? സത്യം പറഞ്ഞാൽ സെയ്ഫ് അറബിക്ക് ഭയമായിരുന്നു. കാരണം ഒരിക്കൽ മസറയിൽ നിന്ന് അതെ ഒരു പെണ്ണിനെ കാണിച്ചു തന്ന് അവൾ ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു വന്നതാണ് ബീവി. അതുകൊണ്ട് തന്നെ ഈത്തപ്പഴത്തോട്ടത്തിൽ കിടക്കുന്ന ആ പെണ്ണിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. എന്നാൽ അവളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവൾ പറഞ്ഞാൽ ഒരു പക്ഷേ അതും ഞാൻ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്ന് വരെ സെയ്ഫ് അറബി അഭിപ്രായപ്പെട്ടു. ജെയ്ത്തൂൻ, വരൂ നമുക്ക് പോകാം. എന്താ നിങ്ങളീ പറയുന്നത്? അവിടെ നിൽക്കേ, നീ ഇപ്പോൾ തന്നെ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. അവരെ വിളിച്ചുണർത്തണ്ട ഒരിക്കൽ പോലും. ഉറങ്ങിക്കോട്ടെ. അല്ല സെയ്ഫ്, ഇത്രയും വിജനമായ മരുഭൂമിയുടെ ഇടയിൽ ഇങ്ങനെ ഒരു പച്ചപ്പ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുവാനുള്ള സന്തോഷത്തിലാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇങ്ങനെയൊരു കാഴ്ച, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച ഇത് കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ്, അങ്ങക്ക് എന്താണ് തോന്നുന്നത്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
എൻ്റെ സെയ്ത്തൂൻ, നീ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കല്ല പെണ്ണേ. സെയ്ഫ്, ഞാൻ ഒന്നുകൊണ്ടും പറയല്ല. നമുക്ക് ഒന്ന് അവരുടെ അരികിലേക്ക് പോയി നോക്കാം, കാര്യമെന്തെന്ന് അന്വേഷിച്ച് നോക്കാം. എന്നാൽ സെയ്ഫ് അറബിക്ക് ഭയം തോന്നി. എന്തായിരിക്കും സെയ്ഫ് അറബിക്ക് ഭയം തോന്നുവാനുള്ള കാരണം? ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ജെയ്ത്തൂൻ ബീവി അവളെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി അതാ അവളുടെ അരികിലേക്ക് പോവുകയാണ്. പക്ഷേ സെയ്ഫ് അറബിക്ക് ഭയമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഭയക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇതിനുള്ള കമൻറ്റ് രേഖപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.